ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥ. എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ നല്ല നിമിഷത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പ്രഭാത ജാഗരണത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള വിഷയമെന്ന് പറയുന്നത് മറ്റേതൊരു ആചാരവും പോലെയല്ല. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ തിരുവത്താഴ് ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പാദ ശുശ്രൂഷയെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. പാദ ശുശ്രൂഷയിൽ കർത്താവായ യേശു ക്രിസ്തു എല്ലാ കാര്യാദികളും ഒരുക്കി അവിടെ ആയിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് തങ്ങളിൽ താഴുവാനുള്ളൊരു മനോഭാവം അവർക്കില്ലായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ചിന്ത എന്ന് പറയുന്നത് ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളൊരു ചിന്താഗതി അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നു. താഴ്മപ്പെടുവാൻ, അതുപോലെ തന്നെ മറ്റുള്ളവരോട് കരുണ കാണിപ്പാനും അവർക്ക് മനസ്സില്ലായിരുന്നു. ഇത് മനസ്സിലാക്കിയ കർത്താവ് ഒരു അടിമയെപ്പോലെ അരയിൽ തോർത്തു ചുറ്റി പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഓരോ ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകുന്നതായിട്ട് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് താഴ്മയുടേതായിട്ടുള്ളൊരു ശുശ്രൂഷയാണ്. കർത്താവ് കാണിച്ചു തന്നതായിട്ടുള്ളൊരു മാതൃകയാണ്. അന്യോന്യം നമ്മളിത് ചെയ്യണമെന്നാണ് വേദപുസ്തകം അനുശാസിക്കുന്നത്. ഇവിടെ യേശുവിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് യാത്രക്കാരന്റെ പാദങ്ങൾ കഴുകുന്നത് ഒരു ദാസന്റെയോ അല്ലെങ്കിൽ ദാസിയുടെയോ ചുമതലയായിട്ട് കണക്കാക്കപ്പെടുന്നു. കർത്താവായ യേശു ക്രിസ്തു ഒരു ദാസനെ പോലെ, ഒരു അടിമയെപ്പോലെ അവിടെ കർത്താവ് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇതെന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? നമ്മുടെ ജീവിതങ്ങളില്, നമ്മുടെ പ്രവർത്തികള് താഴ്മയുടേതായിട്ടുള്ള അനുഭവം, മനോഭാവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. കർത്താവായ യേശു ക്രിസ്തു സ്നേഹത്തോടുകൂടെ, കരുതലോടുകൂടെ തൻ്റെ ശിഷ്യന്മാരോട് ഈ ശുശ്രൂഷ ചെയ്തുവെങ്കിൽ അത് നമുക്കായിട്ടുള്ളൊരു മാതൃകയാണ്. പല സഭകളിലും ഇന്ന് പാദ ശുശ്രൂഷ ഇല്ലാതെ തിരുവത്താഴത്തിന് കടന്നു പോകുന്നതായിട്ടുള്ളൊരു ചിന്താവിഷയങ്ങളുണ്ട്. ദയവായിട്ട് തിരുവത്താഴ ശുശ്രൂഷ പൂർണ്ണമാകണമെന്നുണ്ട് എങ്കിൽ പാദ ശുശ്രൂഷ അനിവാര്യമാണ്. വേദപുസ്തകം അത് അനുശാസിക്കുന്നു എന്ന് നമുക്ക് പുസ്തകങ്ങളിലൂടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തു എന്ന്
അവന്റെ ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു, അവിടെ യജമാനനാണ് അവരുടെ കാലുകൾ കഴുകിയത്. അപ്പോൾ തന്നെ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഞാനെന്നുള്ളൊരു ഭാവം, ഞാനാണ് വലിയതെന്നുള്ളൊരു ഭാവം അവിടെ വീണ് ഉടയുകയും അവരെല്ലാവരും ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് കടന്നു വരുന്നതുമായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. യൂദ ഒഴികെ മറ്റെല്ലാ ശിഷ്യന്മാരും തങ്ങളുടെ സ്ഥാനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം തയ്യാറായിരുന്നു. ആ ഒരു പ്രവൃത്തിയാണ്, ആ ഒരു മാതൃകയാണ് ക്രിസ്തു അവർക്ക് നൽകിയത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, പരസ്പരം കാലുകൾ കഴുകുന്ന ക്രിസ്ത്യൻ ആചാരം അത് വ്യത്യസ്തമായിട്ടുള്ളൊരു ആചാരമാണ്. മറ്റേതൊരു ആചാരം പോലെയുമല്ല. പരസ്പരം കാലുകൾ കഴുകുമ്പോൾ നമ്മൾ അവിടെ ഒരു വിനയത്തിൻ്റെതായിട്ടുള്ള ഒരു അനുഭവമാണ് അവിടെ കടന്നു വരുന്നത്. ഒരു വിനയത്തിന്റെ മാതൃകയാണ് അവിടെ കടന്നു വരുന്നത്. എന്നാൽ ഇത് ഓരോരുത്തരും പരസ്പരം ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഈ പാദ ശുശ്രൂഷ എന്ന് പറയുന്നത്. എഴുത്തുകാരൻ സി മെർവിൻ മാക്സ്വെൽ ഒരിക്കൽ വിശദീകരിച്ചതുപോലെ ഇത് ഒരു ക്ഷമയുടെ കൂട്ടായ്മയെ സൃഷ്ടിക്കുന്നു. ക്ഷമയെന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥനയെന്നാണ് മഹാത്മാ ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത്. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു മാറ്റത്തിൻ്റെതായിട്ടുള്ള അനുഭവമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഞാൻ എന്നുള്ളൊരു ഭാവമുണ്ട് എങ്കിൽ, വലിയവൻ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് എങ്കിൽ, അതിനെ ഉടയ്ക്കുവാൻ തക്കവണ്ണം ഈ തിരുവത്താഴ് ശുശ്രൂഷയിലെ പാദ ശുശ്രൂഷയ്ക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ അന്യോന്യം വിനയപ്പെടുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് കടന്നു വരണം. കർത്താവ് കാണിച്ചു തന്നതായിട്ടുള്ളൊരു മാതൃകയാണ്. കർത്താവ് രണ്ടാമതായിട്ട് വീണ്ടും കടന്നു വരുന്നത് വരെയും നമ്മൾ ഈ ശുശ്രൂഷ അനുവർത്തിച്ചുകൊണ്ട്, താഴ്മപ്പെട്ടുകൊണ്ട്, വിനയപ്പെട്ടുകൊണ്ട്, കർത്താവിന്റെ സ്വഭാവത്തില് പങ്കാളികളായിക്കൊണ്ട്, കർത്താവിന്റെ ശരീരത്തിൽ പങ്കാളികളായിക്കൊണ്ട്, കർത്താവിന്റെ രക്തത്തിൽ പങ്കാളികളായിക്കൊണ്ട്, കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, വഴി നടത്തുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയങ്ങളുടെ കർത്താവേ, അടിയങ്ങൾ ഇതാ ദൈവമേപ്പന്റെ സന്നിധിയിലേക്ക് താഴ്മയായി കടന്നു വരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ചിന്തിച്ചതായിട്ടുള്ള ഭാഗം, കർത്താവേ, അങ്ങയുടെ സ്വഭാവം, അങ്ങയുടെ താഴ്മ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളിലും ഉണ്ടാകുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ നാഥ. ഇന്ന് ഈ ഭാഗം കേട്ടുകൊണ്ട് ഇരുന്നതായിട്ടുള്ള ഓരോ വിശ്വാസികളുടെ ഹൃദയങ്ങളിലും, ഓരോ സഹോദരങ്ങളുടെ ഹൃദയങ്ങളിലും അങ്ങ് പ്രവർത്തിക്കുമാറാകണമേ കർത്താവേ. അങ്ങയുടെ ദൈവമേ വചനങ്ങൾ അവിടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ഇറങ്ങി പതിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുവാനും ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനും തക്കവണ്ണം ഓരോരുത്തരെയും സഹായിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളാവുന്നല്ലോ പിതാവേ.